ഇന്നത്തെ ടോക്ക് ഷോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് പ്രവാസ എഴുത്തുകാരിൽ പ്രമുഖനും സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ മികവ് പുലർത്തുന്ന നിറസാന്നിധ്യമായി നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ ബഷീർ തിക്കോടി. സ്നേഹപൂർവ്വം അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. സർ, സ്വാഗതം. നമസ്കാരം. എത്ര വർഷമായി സർ ദുബായിലായിട്ട്? ദുബൈയിൽ 36 വർഷമായി. 36 വർഷമായി അല്ലേ? ഇവിടോട്ട് വന്നത് ജോലി സംബന്ധമായിട്ട് തന്നെയാണോ അതോ വേറെ എന്തെങ്കിലും കാര്യമായിട്ട് വന്നിട്ട് ഇവിടെ നിന്ന് പോയതാണോ? അല്ല, ഞാന് കുവൈറ്റിലായിരുന്നു ഗൾഫ് യുദ്ധത്തിന്റെ സമയത്ത്. അവിടെ നിന്ന് പിന്നെ സൗദിയിലേക്ക് വരുന്നു, സൗദിയിൽ നിന്ന് പിന്നെ ഇങ്ങോട്ട് വരുന്നു. യുദ്ധകാലത്ത് കുവൈറ്റിലുണ്ടായിരുന്നു. അതെങ്ങനെയുണ്ടായിരുന്നു ആ കാലം? ഓർത്തെടുക്കാൻ പറ്റുമോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അല്ല, ബുദ്ധിമുട്ട് ഞാൻ കുവൈറ്റിൽ നിന്ന് സൗദിക്ക് നടന്നിട്ടാണ് വന്നത്, മരുഭൂമിയിലൂടെ. അതൊരു കഥയാണ്. പിന്നെ സൗദിയിൽ എനിക്ക് അധികകാലം നിൽക്കാൻ പറ്റിയിട്ടില്ല. ഒരു 2-3 മാസം കൊണ്ട് തന്നെ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നു. നാട്ടിൽ പോയിട്ട് പിന്നെ ഒരു 1-2 മാസം കൊണ്ട് തന്നെ തിരിച്ച് ദുബൈയിലേക്ക് വരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞ ഒരു യുദ്ധകാലത്ത് സാറ് കുവൈറ്റിലുണ്ടായിരുന്നു? യുദ്ധകാലത്ത് കുവൈറ്റിലുണ്ടായിരുന്നു. എൻ്റെ ഒരു ഇട്ടിരിക്കുന്ന ഡ്രസ്സ് മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ വന്നത്. എൻ്റെ SLC ബുക്ക്, സ്കൂൾ സർട്ടിഫിക്കറ്റ് ഒക്കെ ഞാൻ കുവൈറ്റിൽ ഇട്ടേച്ചിട്ടാണ് വന്നത്. കാരണം തിരിച്ചു പോകാൻ പറ്റും എന്ന് കരുതിയിരുന്നത്. പക്ഷെ അത് പറ്റിയില്ല. പിന്നെ കുവൈറ്റിലേക്ക് തിരിച്ചു പോകാനും പറ്റിയിട്ടില്ല. കുവൈറ്റിൽ നിന്ന് മരുഭൂമിയിലൂടെയാണ് യാത്ര ചെയ്തത്. അന്ന് അവിടുത്തെ കുവൈറ്റികള് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മരുഭൂമിയിലൂടെ ഒരു ഇടവഴിയുണ്ട്. അത് പണ്ട് കാലങ്ങളില് സൗദിയിലേക്ക് ഹജ്ജിന് പോകാൻ ഉപയോഗിച്ചിരുന്ന വഴിയാണ്. നമ്മുടെ നാട്ടിലെ ഇടവഴി പോലുള്ള അതിലൂടെയാണ് രക്ഷപ്പെട്ടത്. ഞാൻ മാത്രമല്ല, ആയിരക്കണക്കിന് ആളുകളുണ്ട്. പക്ഷെ അതൊക്കെ നാട്ടുകാരായിരുന്നു. മലയാളികൾ വളരെ കുറച്ചായിരുന്നു. ആ ഒരു മരുഭൂമിയിലൂടെയുള്ള യാത്ര എന്ന് പറയുന്നത് എങ്ങനെ ഓർത്തെടുക്കാൻ പറ്റും? ഉണ്ടായിരുന്നോ യാത്ര? അത് 3 ദിവസം കൊണ്ടാണ് എത്തിയത്. അപ്പൊ നമ്മൾ കാണുന്ന മരുഭൂമി എന്ന് പറഞ്ഞാൽ ഈ ഒരു മരുഭൂമിയുടെ ഒരു തുടക്കം മാത്രം, അല്ലെങ്കിൽ നമ്മൾ ഡെസേർട്ട് ഡ്രൈവിന് പോകുമ്പോ കാണുന്ന ഒരു മരുഭൂമിയാണ്. അതല്ല മരുഭൂമി. ഇപ്പൊ അസദിന്റെ ഒക്കെ റോട്ടുമൊക്കെ വായിക്കുമ്പോഴാണ് മരുഭൂമി ഏറ്റവും ഭീകരനാണെന്ന് നമുക്ക് മനസ്സിലാവുക. കാരണം നമ്മളിപ്പോ ഒരു മണൽക്കൂന കാണൂല, വലിയൊരു മല പോലെ തോന്നും. പക്ഷെ അതൊരു സെക്കൻഡ് കൊണ്ട് അത് അവിടെ കാണില്ല. ഒരു കാറ്റ് അത് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി പ്രതിഷ്ഠിക്കും. ഇങ്ങനെയൊക്കെയുള്ള അത്ഭുതങ്ങളുടെ ഒരു കലവറയാണ് മരുഭൂമി. ഭീകരനാണ്. കാണുമ്പോൾ ഒരു മൗനത്തിന്റെ സൗന്ദര്യമാണ് മരുഭൂമി, കടല് പോലെ. പക്ഷെ ഭീകരനാണ്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം യാത്രയും ഈ കാലാവസ്ഥാ വ്യതിയാനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് മരുഭൂമി ഭീകരനാണെന്ന് തന്നെയാണ് പറയുന്നത്. അസദിന്റെ റോട്ടുമൊക്കെയാണ് അതിന്റെ ഒരു ഭീകരത നമുക്ക് വരച്ച് കാണിക്കുന്നത് ആ പുസ്തകം. പിന്നെ ബെന്യാമിന്റെ ഈ ആടുജീവിതമൊക്കെ വന്നതോടുകൂടിയിട്ട് മരുഭൂമിക്ക് അങ്ങനെ ഒരു ജീവനുണ്ട് എന്ന് നമുക്ക് മലയാളത്തിന് ബോധ്യപ്പെട്ടത് ആ അർത്ഥത്തിലാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു സാറ് നേരിട്ട് ബോധ്യമായി, ഞാനത് അനുഭവിച്ചാണ്. അതുകൊണ്ട് നടന്നു വരവായിരുന്നു. ആഹാര സാധനം അല്ല, ജീവനാണല്ലോ വളരെ ഏറ്റവും അത്യാവശ്യം. പിന്നെ ഇതിന്റെ ഒരു യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ നമുക്ക് അതിന്റെ ഭീകരത മനസ്സിലാവില്ല. നമ്മൾ അതിന്റെ പുറത്തേക്ക് പോകുമ്പോഴാണ്, പുറത്തുനിന്ന് നോക്കുമ്പോഴാണ് അതിന്റെ ഒരു ഭീകരത മനസ്സിലാവുക. അതിന്റെ അകത്തുനിന്ന് നമുക്കിതൊന്നും മനസ്സിലാവില്ല. കുറെ ശബ്ദഘോഷങ്ങളും പുകപടലങ്ങളും മാത്രമാണ് ആ ഘട്ടങ്ങളിൽ ഉണ്ടാവുക. അപ്പൊ മലയാളിയെ സംബന്ധിച്ച് പറയാറുണ്ട്, മലയാളി യുദ്ധം കണ്ടിട്ടില്ല എന്ന് പറയും. അതിന്റെ അനുഭവം നമ്മൾ അനുഭവിച്ചിട്ടില്ല എന്ന് പറയാറുണ്ട് സാധാരണ. അതുകൊണ്ട് തന്നെ അതിന്റെ നമ്മുടെ ലോക സാഹിത്യങ്ങൾക്കകത്തൊക്കെ യുദ്ധങ്ങൾ ഉണ്ടാക്കിയ കെടുതികളുണ്ടല്ലോ, അത് വന്നിട്ടുണ്ട്. പക്ഷെ മലയാള സാഹിത്യത്തിന്റെ അകത്തളങ്ങളില് ഈ ഒരു നെരിപ്പോട് ഇല്ല. കാരണം നമ്മൾ അനുഭവിച്ചിട്ടില്ല. പക്ഷെ അന്നത്തെ ആ കാലത്ത് ഈ മരുഭൂമിയിലൂടെയുള്ള യാത്രയില് മലയാളികൾ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു? അല്ല, ഞങ്ങൾ സൗദിയിലെത്തുമ്പോൾ മുസൈമിയ എന്ന് പറയുന്നൊരു സ്ഥലത്തായി എത്തുന്നത്. അന്ന് മുഖ്യമന്ത്രി നായനാരാണ്. അപ്പൊ അവിടെ ഒരു ഇന്ത്യൻ സ്കൂളിൽ ഞങ്ങൾക്ക് ഒരു അഭയാർത്ഥി ക്യാമ്പ് ഇത് ചെയ്തു. ഒരു ബെഡും തന്നു ഹൈസ്കൂളിന് സൗദിയില്. പിന്നെ അവിടെ മലയാളികൾ നമ്മളെ ഏറ്റെടുത്തു. എവിടെ ചെന്നാലും അങ്ങനെയാണല്ലോ, അവര് ഭക്ഷണമൊക്കെ തരുന്നു. പിന്നെ കുറെ ദിവസം, എനിക്ക് തോന്നുന്നത് കുറെ ദിവസം അവിടെ ഒരു അഭയാർത്ഥിയായിട്ട് തന്നെ. പക്ഷെ ഈ കുവൈറ്റിൽ നിന്ന് വന്ന ഒരു അഭയാർത്ഥി ആയതുകൊണ്ട് സൗദിയിലുള്ള മലയാളികൾ നമ്മളെ ഏറ്റെടുത്തു. അവരെ സ്നേഹപൂർവ്വം ഞാൻ പലരെയും ഓർക്കാറുണ്ട്. പിന്നീട് അവരെയൊക്കെ നമ്മൾ ഓർമ്മയിലേക്ക് കൊണ്ടുവരാറുണ്ട്. പിന്നീട് അവിടുന്ന് ബോംബെക്ക് ഒരു ഫ്രീ ടിക്കറ്റ് കിട്ടുന്നു. ബോംബെയിൽ നിന്ന് ഒരു KSRTC ബസ്സിൽ കയറിയിട്ട്, അത് ഗവൺമെന്റ് സംവിധാനമാണ്, ഗവൺമെന്റ് ഏർപ്പെടുത്തിയതായിരുന്നു. അങ്ങനെ നാട്ടിലേക്ക് പോകുന്നു. ഒരു യുദ്ധം വരുത്തി വെച്ചതല്ലേ നമ്മൾ, ഒന്നുമില്ലാതെ ഒരു നിമിഷം കൊണ്ട്. യുദ്ധം വലിയ പാടാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അതുവരെ ജീവിച്ച ജീവിത രീതിയെ മുച്ചൂട് മറിച്ചിടുന്ന ഒരു പുതിയ ജീവിതം വരികയാണ്. കാരണം അവിടെ
കുവൈറ്റി എന്നോ അറബി എന്നോ അനറബി എന്നോ ഒന്നുമില്ല, ഏത് രാജ്യക്കാരനാണെന്നോ ഇല്ല. ദുരന്തം എല്ലാ മനുഷ്യർക്കും ഒരേപോലെയാണ് അനുഭവിക്കേണ്ടി വരിക. അത് പിന്നെ പ്രകൃതി ദുരന്തമാണെങ്കിൽ പോലും, യുദ്ധമാണെങ്കിൽ പോലും, കലാപമാണെങ്കിൽ പോലും ഇത് അനുഭവിക്കേണ്ട. ഇപ്പൊ നമ്മൾ രക്തത്തെ കുറിച്ച് പറയാറുണ്ട്, അതിന്റെ നിറം ചുവപ്പാണെന്ന് പറയും. പക്ഷെ കണ്ണീരിന്റെ നിറവും യഥാർത്ഥത്തിൽ ഒരേ നിറമാണ്, പക്ഷെ അതാരും പറയാറില്ല. ദുരന്തമുഖങ്ങളിലെ കണ്ണീരിന്റെ നിറവും ജീവിതത്തിലെ കണ്ണീരിന്റെ നിറവും ഒന്നാണ് എന്നും, ഈ ചിതറിത്തെറിക്കുന്ന രക്തത്തിന്റെ നിറം ഒന്നാണെന്ന് പറയുന്നതിന് കാരണം ദുരന്തമുഖങ്ങളില് ജാതിയും മതവും വർഗവും വർണ്ണവും ഒന്നുമില്ല. ദുരന്തങ്ങളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരാണ്. ആത്യന്തികമായി എല്ലാ അനുഭവങ്ങളുടെയും നിറം ഒന്നാണ്. സർ, ഞാനൊരു കാര്യം കൂടെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ 3 ദിവസം മരുഭൂമിയിലൂടെയുള്ള യാത്ര അനുഭവിച്ചു, ഇതിനിടയിൽ ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയോ, അല്ലെങ്കിൽ നടക്കല്ലേ നിങ്ങൾ ഈ 3 ദിവസം കണ്ടിന്യൂസ് നടക്കല്ലേ? നടക്കാന്ന് പറയുമ്പോൾ ഇതൊരു പിന്നെ വാഹനങ്ങളുണ്ട്, വാഹനങ്ങളുടെ നിരയുണ്ട്. പിന്നെ ഈ മരുഭൂമി ആയതുകൊണ്ട് തന്നെ അവിടെ ഇറാഖി പട്ടാളക്കാരുണ്ട്. അവര് ഈ വലിയ കിടങ്ങുകൾ കുഴിച്ചിട്ട് അതിന്റെ അകത്ത് അവരുണ്ട്. ഭയപ്പാടൊന്നുമില്ല, കാരണം അത്രയും ആളുകളുണ്ട്. നമ്മുടെ ഒരു ഉത്സവാന്തരീക്ഷം പോലെയാണ് ഈ നടന്ന്. അതെ, പിന്നെ ഇത് എങ്ങോട്ടാണ് പോകുന്നത് എന്നതും ഒരു ഐഡിയ, ലക്ഷ്യമില്ല. ഇങ്ങനെ പോകുന്നു, ഒരു ആൾക്കൂട്ടം ഇങ്ങനെ നടന്നു പോകുന്നു. അതിന്റെ കൂടെ കുറെ വാഹനങ്ങളുണ്ട്. അതിൽ ഭൂരിപക്ഷം ഇവരാണ് കേട്ടോ, കുവൈറ്റുകളാണ്. അതെ അതെ. പിന്നെ രാത്രി കാലങ്ങളിലൊക്കെ രാത്രി ഒന്നും ഇല്ല. കാരണം എന്താന്ന് വെച്ചാൽ ഒന്ന് ഈ വണ്ടിയുടെ വെളിച്ചം ഉണ്ടാവില്ല. പിന്നെ ഈ പഴയ ഒരു 35 വർഷങ്ങൾക്കൊക്കെ മുമ്പ് ഒരു സുബർബാൻ എന്ന് പറഞ്ഞിട്ട് GMCയുടെ ഒരു ലോറി പോലുള്ളൊരു വണ്ടിയാണ്. അത് ഈ അറബികൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കും. കാരണം ഇവര് ആഴ്ചക്കൊരു 2 ദിവസം എന്തായാലും മരുഭൂമിയിൽ പോയി താമസിക്കും, യഥാർത്ഥ അറബികൾ. അപ്പൊ അവർക്ക് ഈ വണ്ടി നിർബന്ധമാണ്. ഇതിന്റെ അകത്ത് എല്ലാ സംവിധാനങ്ങളും ഉണ്ടാവും, ടെന്റും കാര്യങ്ങളൊക്കെ. അവർക്ക് അതൊക്കെ ആ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് മുഴുവൻ അനാഥരായതുകൊണ്ട് ചിലപ്പോ വെള്ളമൊക്കെ അവർ തന്നിട്ടുണ്ടാവണം എനിക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞിട്ട് അന്ന് ഈ ഒപ്പം സഞ്ചരിച്ച് ആരെങ്കിലുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല, ഒന്നുമില്ല. ആരെയും കിട്ടിയിട്ടില്ല. ഈ സ്കൂളിൽ കിടന്ന ഒരാളെ ഓർമ്മയുണ്ട്. പിന്നീട് ഞാനിങ്ങനെ പേര് വെച്ചിട്ട് കുറെയൊക്കെ ശ്രമിച്ചു നോക്കി. ആളുടെ പേരെന്താന്ന് ഓർക്കുന്നത്? ഗോപിനാഥൻ. എവിടെയാണെന്ന് അറിയാമോ? കോട്ടയത്തായിരുന്നു. കോട്ടയത്താണ് അന്ന് ആ യുദ്ധം അല്ലെ, കുവൈറ്റ് യുദ്ധത്തില് സാറിന്റെ കൂടെ മരുഭൂമിയിലൂടെ സഞ്ചരിച്ച ആളാണ്. താങ്കൾ എവിടെ നിന്നെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഗോപി ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ ഞാൻ എപ്പോഴും സെർച്ച് ചെയ്യാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന്, അതിപ്പോ ഒരു 36-37 വർഷമായില്ലേ, അന്ന് തന്നെ അദ്ദേഹത്തിന് ഒരു 50 വയസ്സുണ്ട്. അപ്പൊ ഞാനിങ്ങനെ കരുതുന്നുണ്ടാവും, ഓർമ്മ മാത്രമാണ് മരിക്കാതെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. പിന്നെ അവിടെ എത്തിയപ്പോ ഒരു മുഹമ്മദ് എന്നൊക്കെ പറയുന്ന ഒരാള് എന്നെ അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഒരു വസ്ത്രം മാറാൻ തന്നു. സൗദിയിൽ അതെ. കാരണം ഒറ്റ വസ്ത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വസ്ത്രം എന്ന് പറയുമ്പോൾ ഒരു അറബി അതേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു നല്ല അനുഭവമാണ്. എന്നെ മാറ്റിപ്പണിത ഒരു യാത്രയാണ് മരുഭൂമിയിലൂടെ. തീർച്ചയായും ഒരു യുദ്ധമുഖത്ത് നിന്നും മരുഭൂമിയിലൂടെയുള്ള ഒരു പലായനം എന്ന് പറയുന്നത് അതൊക്കെ വളരെ വിരളമായിട്ട് സംഭവിക്കാവുന്ന കാര്യങ്ങൾ മാത്രമാണല്ലേ. പിന്നെ നമുക്ക് വായിച്ചറിഞ്ഞല്ലോ, ഇപ്പൊ ബിനിയാവും പറയുന്നുണ്ടല്ലോ, നമ്മൾ അനുഭവിക്കാത്തതൊന്നും അല്ലേ. പക്ഷെ മരുഭൂമിയെ കുറിച്ച് ഞാൻ വളരെ ചെറുപ്പത്തിൽ വായിച്ചിട്ടുണ്ട്. പക്ഷെ അതിങ്ങനെയാണ് എന്ന് ഒറ്റപ്പെട്ടു പോയാല് നമുക്ക് ഭൂമുഖത്ത് വേറെ എവിടെ കാട്ടിലാണെങ്കിലും നമുക്ക് മരത്തിലെങ്കിലും കയറിയിട്ട് കുറച്ച് സമയമെങ്കിലും നമുക്ക് വേണമെങ്കിൽ ഭയമില്ലാതിരിക്കാം. ഇവിടെ ഒരു സാധ്യതയില്ല. പക്ഷെ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതം ഭാഗ്യം കൊണ്ടോ നിർഭാഗ്യം കൊണ്ടോ മരുഭൂമിയിലാണ്. പക്ഷെ നമ്മളിങ്ങനെ അതിന്റെ ഒരു വെളിച്ചം കുളിച്ചു നിൽക്കുന്നിടത്ത് അതിന്റെ അപ്പുറത്ത് മരുഭൂമിയുണ്ട്. പക്ഷെ നമ്മള് ഇന്ന് വരെ ആ മരുഭൂമിയുടെ വന്യതയിലേക്ക് എത്തി നോക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഒരു ഡിസൈഡ് സഫാരി എന്നൊക്കെ പറഞ്ഞ ഒരു 10-15 മിനിറ്റ് ആൾക്കൂട്ടങ്ങൾക്ക് നടുവിലൂടെ പോകാന്നല്ലാതെ അതിന്റെ ഒരു വന്യത അതിലേക്ക് പലപ്പോഴും നമ്മൾ യാത്ര ചെയ്തിട്ടില്ല. വളരെ അപൂർവം ചില മനുഷ്യർ മാത്രമേ. പക്ഷെ ഇതിന്റെയൊക്കെ ഈ ജീവിതങ്ങളുടെ ചരിത്രാഖ്യായിക നമുക്ക് എഴുതി ചേർക്കാൻ പറ്റിയിട്ടില്ല. നമ്മുടെ ഒരു പ്രവാസി സാഹിത്യത്തിന്റെ ഒരു വലിയ പരിമിതി അതാണ്. നമ്മൾ ഇവിടുത്തെ ഭാഷയിലേക്കോ ഇവിടുത്തെ ഒരു സംസ്കൃതിയിലേക്കോ ഇവരുടെ ഒരു ജീവിത രീതിയിലേക്കോ ഒന്ന് എത്തി നോക്കാൻ നമ്മുടെ കാലത്തിന് സാധിച്ചിട്ടില്ല. ഏതാണ്ട് 1/2 നൂറ്റാണ്ട് കാലമായി നമ്മൾ കൃത്യമായി രേഖപ്പെടുത്തിയ ചരിത്രം. 1/2 നൂറ്റാണ്ട് കാലം കൊണ്ട് ലോകത്ത് എന്തൊക്കെ മാറ്റങ്ങളുണ്ട്. ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു രാജ്യം ഉണ്ടായി, ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു വൻ ശക്തിയായി വളർന്നു. പക്ഷെ ഈ 1/2 നൂറ്റാണ്ട് കാലം കൊണ്ടും മലയാളി എവിടെ ആരംഭദിശയിൽ അവന്റെ പെരുവിരൽ തുമ്പ് എവിടെ ചവിട്ടി നിർത്തിയിരുന്നുവോ
അവിടെ തന്നെയാണ് ഇപ്പോഴും അവ നിൽക്കുന്നത്. എല്ലാ അർത്ഥത്തിലും അവിടെ നിന്ന് ഒരടി മുന്നോട്ട്. സാമ്പത്തികമായിട്ടൊക്കെ നമ്മൾ കുറച്ച് വലിയ വീടുണ്ടാക്കിയിട്ടുണ്ടാവാം എന്നുള്ളത്. അതിന് ഭൗതിക തലത്തിൽ, അക്കാഡമിക് തലത്തിൽ വരും തലമുറയ്ക്ക് ഒന്നും നമ്മുടേതായി ബാക്കി വെക്കാൻ കഴിഞ്ഞിട്ടില്ല. സാഹിത്യത്തിലാണ് ഞാൻ പറയുന്നത്. സാഹിത്യത്തിലോ അല്ലെങ്കിൽ അക്കാഡമിക് തലത്തിലോ ഉള്ള പഠനങ്ങളോ ഒന്നുമില്ല. ഒരു ദിശാബോധം വരുന്ന തലമുറയെങ്കിലും കൊടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരാഴം നമ്മളിപ്പോഴും ഒരു മലയാളി എന്ന അർത്ഥത്തിൽ കൂടിച്ചേരുന്നു. ആഹ്ലാദം പൂക്കുന്ന ഇടങ്ങളിലൊക്കെ നമ്മളുണ്ട്. പക്ഷേ ഞാനതിനെ ഒരു സാംസ്കാരിക പ്രവർത്തനം എന്നുള്ള അർത്ഥത്തിൽ കാണുന്നത് നമ്മുടെ അത്യധ്വാനത്തിൻ്റെയും അനുഭവത്തിൻ്റെയും ഒരു തലത്തെ ഒരു പ്രത്യുൽപാദനപരമായ ഒരു മേഖലയിൽ നമുക്ക് വിനിയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ സമ്പത്ത് ഇപ്പോഴും റിയൽ എസ്റ്റേറ്റിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുന്നു. എങ്ങനെയാണ് നമ്മുടെ പ്രവാസി സംഘടനകളുടെ ഒരു പരിമിതിയാണ് അതിൽ. അവർ ഓണാഘോഷം നടത്തുന്നു, ഈദാഘോഷം നടത്തുന്നു, ഇഫ്താർ മീറ്റൊക്കെ നടത്തുന്നു. മറിച്ച് ഇവിടെ ജീവിക്കുന്ന മനുഷ്യരുടെ അവരുടെ ജീവിതത്തിൻ്റെ അവർ സ്വരൂപിച്ച് വെച്ചതിനെ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു പ്രത്യുൽപാദന മേഖലയിലേക്ക് ലോകത്താകമാനമുള്ള പ്രവാസികൾ ആ അർത്ഥത്തിൽ അവരുടെ രാജ്യത്തെ നമ്മൾ ഒരുപാട് ഊട്ടിയിട്ടുണ്ട്, ഉണ്ണാൻ കൊടുത്തിട്ടുണ്ട്. ഒരു തലമുറ നമ്മുടെ അധ്വാനത്തിന്റെ കൊണ്ട് അവർ ജീവിച്ചിട്ടുണ്ട്. പക്ഷെ മറ്റൊരു മേഖലയിൽ നമ്മുടെ ഒരു കയ്യൊപ്പ് ഇല്ല. ആ അർത്ഥത്തിൽ നമുക്കൊരു ദിശാബോധം നൽകാൻ ഒരാൾ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഒരു ആൾക്കൂട്ടം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഒരു സംഘടന ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും ആ അർത്ഥത്തിൽ നമുക്ക് നാളത്തേക്കുള്ളത് ഒന്നും സ്വരൂപിച്ചു വെക്കാൻ കഴിഞ്ഞിട്ടില്ല. സാഹിത്യത്തിലും കഴിഞ്ഞിട്ടില്ല, ഭൗതിക ജീവിത പരിസരത്തും സാധിച്ചിട്ടില്ല. അതിന് നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ആ മേഖലയിലാണ് ഞാനൊക്കെ നിരന്തരമായി പ്രഭാഷണത്തിലും എഴുത്തിലും ഒക്കെ പറയുന്നത്. ഈ ഒരു ആനന്ദോത്സവങ്ങളിൽ നിന്ന് കുറെ കൂടെ അകക്കാമ്പുള്ള ഇടങ്ങളിലേക്ക് നമ്മുടെ ചർച്ചകളും സംവാദങ്ങളും വരണം. നമുക്ക് ആ മേഖലയിലൊക്കെ ഇപ്പൊ നമുക്ക് ലോകത്താകമാനമുള്ള ഏത് മനുഷ്യരോടും മത്സരിച്ച് നിൽക്കാൻ പറ്റുന്ന വലിയ മനുഷ്യരുടെ അല്ലെ ബിസിനസ്സിലാണെങ്കിലും ഒക്കെ തന്നെ ഉണ്ട്. അവരുടെയൊക്കെ കഴിവുകൾ വെച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ അധ്വാനത്തെയും നമ്മുടെ ജീവിതത്തെയും അടയാളപ്പെടുത്താൻ കഴിയുക. അധ്വാനത്തിന്റെ വിഹിതം ഞാൻ പറയുന്നത്, നമ്മുടെ സമ്പാദ്യത്തിന്റെ ഒരു വിഹിതത്തെ ഒരു കുറെ കൂടെ നമ്മളിങ്ങനെ സ്ഥലം വാങ്ങിച്ചിടുക എന്നതിന്റെ ഒക്കെ അപ്പുറത്തേക്ക്, അല്ലെങ്കിൽ 2 മുറി പീഡിയ കെട്ടിയിടുക എന്നതിന്റെ അപ്പുറത്തേക്ക് എത്തിയിട്ടില്ല. ടൂറിസം പോലുള്ള മറ്റു മേഖലകളിലേക്കൊന്നും നമുക്ക് കാൽവെക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇവിടുത്തെ ഒരു ചെറിയ ശമ്പളക്കാരനോട് പോലും അവന്റെ എന്തെങ്കിലും ഒന്ന് മിച്ചം വെച്ചിട്ട് അവന്റെ ഈ സമ്പാദ്യത്തെ അത്തരമൊരു മേഖലയിലേക്ക് വിനിയോഗിക്കാനും നമ്മുടെ ഒരു വ്യവസ്ഥിതിക്കോ നമ്മുടെ സംഘടനകൾക്കോ അത്തരം ഒരു ചിന്താശകലം വന്നിട്ടില്ല എന്നതാണ് അതിന്റെ ഒരു സങ്കടം എന്ന് പറയുന്നത്. തീർച്ചയായും നമ്മളുടെ സംഘടനകളും കൂട്ടായ്മകളും ഒക്കെ ആ ഒരു രീതിയിലൂടെ ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു സമയം അതിക്രമിച്ചിരിക്കുന്നു അല്ലേ? അപ്പൊ അത് നമുക്ക് ആ ഒരു മേഖലയിലൂടെ കടന്നു പോകാം. തീർച്ചയായിട്ടും അത്ര ഒരു ദിശാബോധം നൽകുന്ന സംവാദങ്ങളിലേക്കും ചർച്ചകളിലേക്കും ആലോചനകളിലേക്കും അരനൂറ്റാണ്ടിന് ശേഷമെങ്കിലും നമ്മൾ വരണം. ഒപ്പം എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ എനിക്ക് നമ്മുടെ എഴുത്ത് ലോകത്തോട് പറയാനുള്ളത്, ഇവിടുത്തെ മനുഷ്യര് നമ്മൾ ഈ വെളിച്ചം രാത്രി അർദ്ധരാത്രി പോലും വെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുന്ന ഒരു നഗരമാണല്ലോ വിജയൻ മാഷൊക്കെ പറയുന്നത് പോലെ. പക്ഷെ അതിന്റെ അപ്പുറത്തും കുറെ മനുഷ്യർ, വെളിച്ചം കാണാത്ത മനുഷ്യരും ഉണ്ട്. അറബി വീടുകളിൽ ജീവിക്കുന്നവർ, കെഫ്റ്റീരിയകൾക്കകത്ത് ജീവിക്കുന്നവർ, ഒരു ദിവസം ഒരു ലീവില്ലാത്ത മനുഷ്യർ, അവർക്കും ജീവിതമുണ്ട് എന്നും ഈ വെളിച്ചത്തിന്റെ അപ്പുറത്ത് അവരുടെ ഒരു കണ്ണീരിന്റെ നനവുണ്ടെന്നും അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്ന അവരെ തന്നെ കത്തിച്ചിട്ട് അവരുടെ ബന്ധുമിത്രാദികൾക്ക് വെളിച്ചമായി തീരുന്ന മനുഷ്യരെ കുറിച്ചും അവരുടെ വിഫലതകളെ കുറിച്ചും അവരുടെ നെരിപ്പോടുകളെ കുറിച്ചും അവരിൽ നിന്ന് തേഞ്ഞുമാഞ്ഞു പോകുന്ന അവരുടെ ജീവിതത്തിന്റെ സൗഭാഗ്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ എഴുതപ്പെട്ടിട്ടേ ഇല്ല. ഇവിടെയാണ് ബെന്യാമിന്റെ ഒരു ആടുജീവിതം. അതൊരു ഒരു തുരുത്താണ്. നമ്മളപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഒരു ലോകമുണ്ട്. അപ്പൊ ഞാനൊക്കെ ഈ സമയം കിട്ടുമ്പോഴൊക്കെ ഇത്തരം സ്ഥലങ്ങളിൽ ചെന്നിട്ട് ആ മനുഷ്യരോടൊപ്പം ജീവിക്കാറുണ്ട്. അപ്പോഴാണ് ഇത്തരം മനുഷ്യരെ കേൾക്കുമ്പോഴാണ്, ദൂരെ നിന്ന് അവരുടെ ജീവിതം കാണുമ്പോഴാണ് നമ്മുടെ ജീവിതം എത്രമേൽ അശ്ലീലമാണ് എന്ന് നമുക്ക് തോന്നുക. കാരണം നമ്മൾ ഈ കാണുന്ന ഈ പൊടിപ്പും തൊങ്ങലും ഒന്നുമല്ല ജീവിതമെന്നും അവര് കാലാവസ്ഥയോട്, കാരണം അവർക്ക് കുടിക്കാൻ വെള്ളമില്ല,
എപ്പോഴെങ്കിലും അറബി ഒരു വണ്ടിയിൽ കുറെ പാത്രത്തിലൊരു വെള്ളവും പഴയ കുറെ റൊട്ടിയും കൊണ്ടുപോയിട്ട് കൊടുക്കുന്നു, അതവർ ജീവിക്കുന്നു. അവർ ചെരുപ്പ് ഉപയോഗിക്കില്ല മരുഭൂമിയിൽ, ചൂട്. അപ്പോൾ ഈ പ്രകൃതിയുമായിട്ട് പണ്ട് കാലങ്ങളിൽ കേരളത്തിൽ ആരും കുപ്പായ ഇടാറുണ്ടായിരുന്നില്ല. ഞാൻ പലപ്പോഴും എല്ലാ സ്ഥലത്തും പറയാറുണ്ട്, കുപ്പായം വളരെ അപൂർവം, ഒരു തോർത്തുമുണ്ട് ഇട്ടാലായി. അപ്പൊ അവർക്ക് ചൂടായാലും തണുപ്പാണെങ്കിലും അവര് ഈ പ്രകൃതിയുമായി ഇണങ്ങി ചേർന്നിരുന്നു. ചെരുപ്പ് ഉപയോഗിക്കില്ല, മണ്ണിൽ ചവിട്ടിയിട്ട് തന്നെയാണ് നടക്കുന്നത്. പക്ഷെ അവർക്കൊരിക്കലും സ്കിൻ പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. ഇന്ന് മലയാളിയുടെ ഏറ്റവും വലിയ വിഷയം ഒന്ന് ഈ ജോയിന്റ് പെയിനും സ്കിൻ പ്രോബ്ലമാണ്. കാരണം നമ്മൾ സൂര്യപ്രകാശം കുട്ടികളെ പോലും പഠിപ്പിക്കുന്നത് ചെരുപ്പിടാതെ മണ്ണ് ചവിട്ടരുത് എന്നാണ്. നമ്മുടെയൊക്കെ വിരൽത്തുമ്പിൽ ഇപ്പോഴും അന്ന് നമ്മൾ മണ്ണ് കുഴച്ച് കണ്ടിരുന്ന സ്വപ്നങ്ങളുടെ ഒരു ഗന്ധം ഇപ്പോഴും നമ്മുടെ തലമുറയുടെ ഇതുണ്ട്. ഇത് കാലത്തിന്റെ ഒരു മാറ്റമാണ്, നമ്മളിത് അറിയുന്നു. പക്ഷെ ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന രീതിയിൽ നമ്മളൊരു തിരുവാതിരയെ കുറിച്ചുള്ള ഒരു ഗൃഹാതുരത്വ ഓർമ്മയൊന്നുമല്ല. പക്ഷെ ഓർമ്മയിൽ നിലനിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് പിന്നെ മറവിയുടെ ഒരു കടലെടുക്കിൽ നിന്ന് വിമോചനം സാധ്യമാവും. ഓർമ്മ ഉണ്ടാവണം. ഓർമ്മകൾ നശിച്ചു പോയ ഒരു തലമുറയും ചരിത്രത്തിൽ അടയാളപ്പെട്ടിട്ടില്ല. തീർച്ചയായും. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാ സാർ ഓരോ കാര്യങ്ങളെ പറ്റിയും സംസാരിക്കുന്നത്. ഈ എഴുത്തിലേക്ക് കടന്നു വന്നിട്ട് എത്ര വർഷമായി? ഞാൻ പിന്നെ പഠിക്കുമ്പോൾ തന്നെ ഏതാണ്ട് എനിക്കൊന്ന് 9ാമത്തെ വയസ്സിലാണ് കേരള കൗമുദിയിലാണ് എന്റെ ആദ്യത്തെ ലേഖനം. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയാണ്. ഒരു വാക്സിൻ കരാർ ഉണ്ടാക്കുന്നു. കാരണം യൂറോപ്പിൽ എവിടെ ഉണ്ടാക്കുന്ന എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. ഒരു ചെറിയ ലേഖനമാണ്. ആ വാക്സിൻ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അനുമതി കൊടുക്കുന്നു രാജീവ് ഗാന്ധി. അതിനെതിരായിട്ടാണ്, കാരണം ഞാൻ എൻ്റെ ആദ്യ ലേഖനം വരുന്നത് അത് പഠിക്കുമ്പോൾ ഞാൻ SFIയിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു സമയത്താണ്. അതിനെതിരായിട്ടാണ് എൻ്റെ ആദ്യത്തെ ലേഖനം. പിന്നീട് എത്രയോ ലേഖനങ്ങൾ വന്നു. അതാണ് എൻ്റെ ഒരു, പക്ഷെ അത് പഠിക്കുന്ന സമയം തന്നെയാണ്. എഴുത്തിലേക്ക് പൂർണ്ണമായും കടന്നു വന്നിട്ട് എത്ര കാലമായി? ഇത് പ്രവാസ ലോകത്ത് എത്തിക്കഴിഞ്ഞാണോ? അല്ല, സജീവമായത് പ്രവാസത്തിൽ വന്നപ്പോഴാണ്. അല്ല, എന്റെ പ്രവാസം വളരെ ചെറുപ്പത്തിലേ തുടങ്ങുന്നുണ്ട്. ഞാനൊരു 16-17 വയസ്സൊക്കെ ആകുമ്പോഴേക്ക് കേരളം വിട്ടിട്ടുണ്ട്. അതിനൊരു കാരണമുണ്ട്. അത് എനിക്ക് നാട്ടിൽ നിൽക്കാൻ കഴിയാത്ത വിധത്തിലുള്ള കൊല്ലപ്പെടുമെന്ന് തോന്നുന്ന ഒരു ഘട്ടത്തുമ്പോഴാണ് ഞാൻ രാഷ്ട്രീയത്തിൽ വളരെ സജീവമായിരുന്നു. പിന്നെ ഞാൻ പ്രവർത്തിച്ചിരുന്ന പാർട്ടി തന്നെയാണ് എന്നെ പിന്നെ മദ്രാസിലേക്ക്, അത് മദ്രാസാണ് ഇന്നത്തെ ചെന്നൈ. അതൊരു യാത്രയാണ്. അവിടെ നിന്ന് തുടങ്ങിയ ഒരു യാത്രയാണ് ഇപ്പൊ ഇവിടെ എത്തി നിൽക്കുന്നത്. ശരിക്കും പറയാം, നാട്ടിൽ നിന്നും ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആ സമയത്താണ്, അന്ന് തല രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കേരളം വിട്ട് തമിഴ്നാട്ടിലും ബോംബെയിലും പോയതെങ്കിൽ പിന്നെ ജീവിതം പടുത്തുവരുത്താൻ വേണ്ടിയിട്ട് പ്രവാസം കുറെ കൂടെ വിസ്തൃതമായി എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ സാറി പറഞ്ഞു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ തല രക്ഷിക്കാൻ വേണ്ടിയായിട്ട് നമ്മൾ ഓടിയെന്നു. സാർ, ഈ രാഷ്ട്രീയം നമ്മുടെ കോളേജുകളിലെ രാഷ്ട്രീയത്തെ സാറ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്? കോളേജിൽ മാത്രമല്ല, സത്യം പറഞ്ഞു. അല്ല, അങ്ങനെയല്ല. അതിനെ നമ്മൾ വരുത്തി തീർക്കുന്ന ഒരു പിന്നെ ഒന്ന് ചടുലമായ ഒരു കാലത്തെ സൃഷ്ടിക്കേണ്ടത് യഥാർത്ഥത്തിൽ ക്യാമ്പസ് തന്നെയാണ്. എന്തുകൊണ്ട് കേരളം ഇപ്പോൾ ഒരു ജഡാവസ്ഥയിലേക്ക് പോകുന്നു? ക്യാമ്പസ് ജഡാവസ്ഥയായിരിക്കുന്നു എന്നതാണ്. ഒരു അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിന് അവർക്ക് ഞാൻ എന്ന വളരെ ചുരുങ്ങിയ ഒരിടത്തേക്ക് വരേണ്ടി വരും. ഞാൻ നന്നായി വസ്ത്രം ധരിക്കുന്നു, ഒരു വാഹനത്തിൽ ബൈക്കിലോ കാറിലോ ചെന്നിട്ട് കോളേജിൽ പോകുന്നു, പഠിക്കുന്നു, ഇറങ്ങി വരുന്നു. എത്രമാത്രം യാന്ത്രികമാണത്. അപ്പൊ ഞാൻ എന്ന് പറയുമ്പോൾ ഉള്ള ഒരു പരിമിതി, നമ്മുടെ ഞാൻ എന്ന വാക്ക് 2 അക്ഷരാണല്ലോ. ഈ വാക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഞാൻ എന്ന് പറയുമ്പോൾ ചുണ്ടുകൾ ഇങ്ങനെ വിട്ടുപോകും. ഞാൻ എന്ന് പറയുമ്പോൾ 2 ചുണ്ടുകൾ. ഞാൻ എന്നത് ഒരു യഥാർത്ഥത്തിൽ അശ്ലീലതയാണ്. നമ്മൾ എന്ന് പറയുമ്പോൾ 2 ചുണ്ടുകൾ മനോഹരമായിട്ട് ഇങ്ങനെ ചേർന്ന് നിൽക്കും. ഞാനെന്നൊരു അവനവനിസത്തിലേക്ക് നമ്മളൊക്കെ എത്തിപ്പെട്ടിട്ടുണ്ട്. ഈ നമ്മൾ എന്ന് പറയുന്ന ഒരു കൂടിച്ചേരലിന്റെ ഏറ്റവും മനോഹാരിത ഉണ്ടല്ലോ. അപ്പൊ ക്യാമ്പസ് ഉണ്ടാക്കിയിരുന്ന ഒരു വലിയ വെളിച്ചം അതാണ്. നമ്മൾ എന്ന ഏറ്റവും ബൃഹത്തായ ഒരു വെളിച്ചപ്പാടിലേക്ക് നമ്മൾ എത്തിപ്പെട്ട ഒരു കാലമുണ്ട്. അന്ന് ലോക സാഹിത്യവും ലോക കവിതകളും മുദ്രാവാക്യങ്ങളും പൂത്ത ഒരു ആര്യദയാലിന്റെ ഒരു കവിതയുണ്ടല്ലോ,
സഖാവ് എന്ന് കേട്ടിട്ടുണ്ട്. അത് ആ കാലത്തെ കുറിച്ചുള്ള ഒരു അവിടെ പ്രണയാതുരമായ ഒരു മാധുര്യം നമുക്ക് അകത്തുണ്ടെങ്കിൽ പോലും നമ്മുടെ ഹൃദയങ്ങളിൽ എരിയുന്നൊരു കനലുണ്ട്. എൻ വി കൃഷ്ണവാര്യരുടെ ഒരു കവിതയുണ്ട്, കനലിരുന്നിടം മലിനമാക്കിക്കൊണ്ട് അവിടെയുണ്ട് ഇപ്പോഴൊരു പിടിച്ചാരം എന്ന് പറയുന്നത്. മനോഹരമായി കത്തിജ്വലിച്ചിരുന്ന ഒരു അഗ്നികുണ്ഡത്തിന്റെ ആ സൗന്ദര്യത്തെ മുഴുവൻ കെടുത്തി കളഞ്ഞിട്ട് അവിടെ ഇപ്പോൾ ഒരു വെണ്ണീരും ചാരം മാത്രമേ ഉള്ളൂ എന്ന് എൻ വി ഒരു 10-60 കൊല്ലം മുമ്പ്. അപ്പൊ മലയാളിയുടെ ഏറ്റവും മനോഹരമായ അഗ്നിനാമ്പുകളൊക്കെ കെട്ടുപോയിട്ട് അവിടെ ഇപ്പോൾ ഒരു പിടി വെണ്ണീര്, ജാതിയുടെ, മതത്തിന്റെ, രാഷ്ട്രീയത്തിന്റെ, പൗരോഹിത്യത്തിന്റെ, ആൾദൈവങ്ങൾക്കുള്ള അകത്തളങ്ങളിലേക്കൊക്കെ പോകുന്ന മലയാളിയെ കാണുമ്പോൾ നമുക്കൊക്കെ സങ്കടമാണ്. കാരണം നമ്മൾ കണ്ട കിനാവ് ഇതായിരുന്നില്ല എന്നിടത്താണ്. വളരെ ചെറിയൊരു തുരുത്തിലേക്കോ ചെറിയ വട്ടത്തിലേക്കോ അല്ല, ഒരു ആകാശത്തിന്റെ വിസ്തൃതിയിലേക്ക് പറക്കാനുള്ള എല്ലാ എല്ലുറപ്പുമുള്ള ഒരു സമൂഹമാണ്. കാരണം അത്രമേൽ അനുഭവം നമുക്കുണ്ട്. കാരണം നമുക്ക് നമ്മുടെ ഭാഷയെ മറികടന്നൊരു സമൂഹമാണ് നമ്മുടേത്. ദേശങ്ങളെ മറികടന്നവരാണ് അല്ലെ. ഏത് ഇപ്പം ഗൾഫൊക്കെ വരുന്നതിന് മുമ്പ് എൻ്റെ ഒക്കെ തലമുറ ബർമയിലായിരുന്നു. യു എ ഖാദർ ഉണ്ട്, മലയാളത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ എഴുത്തുകാരൻ. അദ്ദേഹം എൻ്റെ നാട്ടുകാരനാണ്, അദ്ദേഹം എൻ്റെ കുടുംബമാണ്. അദ്ദേഹം ഒരു ബർമ്മക്കാരി ആണ്. ഉമ്മ പിന്നെ ബാപ്പ കൊയിലാണ്ടിക്കാരനാണ്. അപ്പൊ അന്ന് ബർമ്മ അടച്ചപ്പം അവിടെ നിന്ന് നടന്നു വന്ന കൂട്ടത്തിൽ എൻ്റെ ഉമ്മയുടെ ബാപ്പയും കൂടി ഉണ്ടായിരുന്നു. പക്ഷെ വഴിയിൽ വെച്ച് മരിക്കുന്നു, അവിടെ തന്നെ ഇട്ടേച്ച് വരിക ചെയ്യുന്നത്. ഈ അഭയാർത്ഥിത്വം ഒരു ഗൾഫ് യുദ്ധകാലത്ത് മാത്രമല്ല, മനുഷ്യരാശിയുടെ എല്ലാ കാലത്തും ഇങ്ങനെ അലയേണ്ടി വരുന്നുണ്ട്. എല്ലാ മനുഷ്യരും കുറെ സുഖാനുഭൂതിയിൽ ജീവിക്കുന്നു, പിന്നീട് ഒരു ഘട്ടത്തിലെത്തുമ്പോൾ ഈ അഭയാർത്ഥികളായി തീരുകയും ചെയ്യുന്നുണ്ട്. സാറ് ക്യാമ്പസിനെ പറ്റി പറഞ്ഞ ഒരുപാട് കറക്റ്റ് കാര്യമാണ്. ഇപ്പം എന്റെയൊക്കെ ക്യാമ്പസ് കാലഘട്ടത്തിലും നമ്മൾ പിടിക്കുന്ന കൊടിയുടെ നിറം വ്യത്യസ്തമായിരിക്കും. പക്ഷെ ഉച്ചയ്ക്ക് ആ ഒരു പൊതിച്ചോറിനുള്ളില് ഈ പല കൊടി പിടിച്ച കൈകളാണ് ഒരുമിച്ച് വന്ന് ചേരുന്നത്. അത് വളരെ സുഖകരമായ ഒരു കാലഘട്ടം തന്നെ ആയിരുന്നു. പിന്നെ ഈ നമ്മളൊക്കെ ഈ അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട നമ്മുടെയൊക്കെ മനസ്സുകളിൽ നിന്ന് അവിടെ കലാപം ഉണ്ടാവുന്നു, കൊലപാതകങ്ങൾ ഉണ്ടാവുന്നു. നമ്മുടെ വീടകങ്ങളിൽ അത്രമാത്രം ശാന്തമാണോ? വീടകങ്ങൾ സത്യമാണ്. അവിടെ ജ്യേഷ്ഠനും അനുജനും അച്ഛനും അമ്മയും മക്കളും ഒക്കെ തമ്മിൽ കലാപങ്ങൾ ഉണ്ടാവാറുണ്ട്, ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്, പിണക്കങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ ക്യാമ്പസ് അത്രയൊന്നും അല്ല. സ്വാഭാവികമായിട്ടും അത്തരം കലാപങ്ങൾ ഉണ്ടാവണം. കലാപങ്ങളിലൂടെയാണ് നമുക്ക് നമ്മെ തന്നെ ഒന്ന് കഴുകി തുടച്ച് വൃത്തിയാക്കുക. കലാപങ്ങൾ ഞാൻ പറയുന്നത് പിന്നെ ഈ നിലപാടുകളുടെ കലാപങ്ങളാണ്, അകത്തുള്ള കലാപങ്ങൾ, അല്ലാതെ ഈ ആയുധങ്ങൾ എടുത്തിട്ടുള്ള ഈ ചോര തെറിപ്പിച്ചിട്ടുള്ള കലാപങ്ങളല്ല. പോരാടിയവരായ ചരിത്രത്തിലുള്ളൂ.